പിണറായിയുടെ ഹെലികോപ്റ്ററിൽ സതീശൻ. പിണറായിയുടെ ഹെലികോപ്റ്ററിൽ സതീശൻ കയറി കള്ളാടി ദുരന്ത ബാധിത പ്രദേശത്ത് ലാൻഡ് ചെയ്യുന്ന മനോഹര ദൃശ്യം. ഹെലികോപ്റ്ററിൽ നിന്ന് സതീശൻ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഇറങ്ങുന്നത് പോലെ ചാടിയിറങ്ങുന്ന ദൃശ്യം. കള്ളാടി ദുരന്തബാധിത പ്രദേശം സതീശൻ സന്ദർശിക്കുമ്പോൾ ഹെലികോപ്റ്റർ എന്തിന് എന്ന ചോദ്യം പൊതുവെ ചിന്തിക്കുന്നവർ ഉയർത്തുന്നത് സ്വാഭാവികം. 2021 ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു. പിന്നീട് അതിൻ്റെ കരാർ നീട്ടി നൽകുകയായിരുന്നു. അതിൻ്റെ കരാർ നീട്ടി നൽകിയപ്പോൾ സംസ്ഥാന പോലീസ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങൾ, മാവോയിസ്റ്റ് ഭീഷണി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. അത് സത്യമായിരുന്നു. കരൾ, ഹൃദയം തുടങ്ങിയ ശസ്ത്രക്രിയകൾ നടത്തുന്നതിന് എളുപ്പ മാർഗത്തിന് വേണ്ടി സിറ്റിസൺ ഏവിയേഷൻ ലിമിറ്റഡിൻ്റെ ഹെലികോപ്റ്ററാണ് പിണറായി സർക്കാർ വാടകയ്ക്ക് എടുത്തത്. മാസ വാടക 80 ലക്ഷം രൂപയായിരുന്നു. 80 ലക്ഷം രൂപ മാസ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ 25 മണിക്കൂർ പറക്കണം എന്ന ഒരു കൃത്യമായ ഒരു തീരുമാനവും പിണറായി സർക്കാർ എടുത്തിരുന്നു. എന്തായാലും ആ 5 വർഷത്തേക്കുള്ള കരാർ 2026 ഓഗസ്റ്റിൽ അവസാനിക്കുകയാണ്. പിണറായി സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് BD സതീശൻ പറഞ്ഞത് ഖജനാവ് കൊള്ളയടിക്കുകയാണെന്നാണ്. ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് എന്നാണ്. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഖജനാവ് കൊള്ളയടിക്കുന്ന ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കൽ നിർത്തണം എന്നാണ്. രമേശ് ചെന്നിത്തലയും BD സതീശനും തെക്ക് വടക്ക് പ്രസംഗിച്ച് നടന്നു ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കള്ളാടി ദുരന്ത മേഖല സന്ദർശിച്ച BD സതീശൻ എത്തിയത് ഇതേ ഹെലികോപ്റ്ററിൽ തന്നെയാണ്. പിണറായി സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ. അപ്പോൾ സതീശൻ എന്തു പറയുന്നു? ചോദ്യങ്ങളിങ്ങനെ വരികയാണല്ലോ സതീശ. പ്രകൃതി ദുരന്ത മേഖലകൾ സന്ദർശിക്കാനും അവയവമാറ്റ ശസ്ത്രക്രിയകൾ സുഗമമാക്കാനും ഒക്കെയാണല്ലോ പിണറായി സർക്കാർ മാസം 80 ലക്ഷം രൂപ ചെലവാക്കി ഹെലികോപ്റ്റർ എടുത്തത്. അന്ന് സതീശൻ പറഞ്ഞത് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് പൊതുജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കാൻ വേണ്ടിയാണ് എന്നാണ്. ഈ ഹെലികോപ്റ്റർ പിണറായി സർക്കാരിൻ്റെ പതനത്തിന് കാരണമായി എന്നുള്ളതും ശ്രദ്ധേയം. പക്ഷേ അതേ ഹെലികോപ്റ്ററിൽ തന്നെ സതീശൻ കള്ളാടിയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യില്ല, പക്ഷെ ഞങ്ങളങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതാണല്ലോ ഈ പൊളിറ്റിക്സുകളുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ അവസാന ശ്വാസം വരെ. എന്തായാലും 2026 ഓഗസ്റ്റിൽ ഈ ഹെലികോപ്റ്റർ കരാർ അവസാനിക്കാൻ പോവുകയാണ്. ഹെലികോപ്റ്റർ കരാർ ഈ സിറ്റിസൺ ഏവിയേഷൻ ലിമിറ്റഡുമായുള്ള ഹെലികോപ്റ്റർ കരാർ നീട്ടി നൽകാൻ സതീശൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സതീശൻ ഹെലികോപ്റ്ററിലൊക്കെ പറന്നിറങ്ങും. രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു ഒരു ഗിമിക്സിൻ്റെ
ലേബലിൽ സതീശനെ വെല്ലാൻ തയ്യാറെടുക്കുകയാണ്. അതൊക്കെ നടന്നു പോട്ടെ. പക്ഷെ നിങ്ങൾ പണ്ട് പറഞ്ഞതല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ പണ്ട് പറഞ്ഞത് പൊതുജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ മുഖേന എന്നാണ്. പക്ഷേ അതേ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയിരിക്കുന്നു സതീശൻ. കള്ളാടി ദുരന്ത മേഖല സന്ദർശിക്കാൻ ഹെലികോപ്റ്ററിലെത്തിയ സതീശൻ വയനാട്ടുകാർക്ക് അത്ഭുതമായി മാറിയിരിക്കുന്നു. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സുകൾ ഓപ്പണായി പറയാം, ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു ജനതയാണ് വയനാടുകാർ. പണ്ട് അയ്യങ്കാളിപ്പട വയനാട്ടുകാർക്ക് വേണ്ടി കളക്ടറെ ബന്ദിയാക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ അയ്യങ്കാളിപ്പടയുടെ നേതാവായ അജയനെ പിടിച്ചു കൊടുത്തത് അതേ വയനാട്ടുകാരാണ്. അതുകൊണ്ട് വയനാട്ടുകാർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ആരോടുമില്ല. വയനാട്ടുകാരുടെ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കിയത് LDF സർക്കാരാണ്. കോൺഗ്രസ് ഒരു കല്ലിട്ടു വയനാട്ടിൽ പുനരധിവാസത്തിനായി. ആ കല്ലിന് മേറെ ഒരു കല്ല് പോലും ഇടാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും വയനാട്ടിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചയച്ചു വയനാട്ടുകാർ. അതുകൊണ്ട് തന്നെ വയനാട്ടുകാരെ പൊതുവെ ചിന്തിക്കുന്നവർക്ക് പഥ്യവുമല്ല, വയനാട്ടുകാരെ പുച്ഛിക്കുകയല്ല, നിങ്ങളുടെ ഒരു സ്വഭാവമാണത്. പക്ഷേ സതീശൻ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള ഒരു മനസ്സാക്ഷി നിങ്ങൾക്ക് ഇല്ലാതായി പോയി. മുമ്പ് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ട ഒരു സംഭവമായിരുന്നു ഹെലികോപ്റ്റർ വിവാദം. 2021 ഏപ്രിലാണ് പിണറായി വിജയൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. അതിനുശേഷം ആ വാടക കരാർ നീട്ടി നൽകിയായിരുന്നു. മാസം വാടക 80 ലക്ഷം രൂപയാണ് അന്ന് LDF സർക്കാർ ഹെലികോപ്റ്ററിന് കൊടുത്തത്. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടുകാർ തന്നെയാണ് ആ കാരണങ്ങൾക്ക് നിമിത്തമായി മാറിയത്. വയനാട്ടുകാരെ മാവോയിസ്റ്റുകാർ സ്വാധീനിച്ചു. മാവോയിസ്റ്റ് ഭീഷണി വയനാടുകാർക്ക് ഉണ്ടായി. മാത്രമല്ല വയനാട്ടിൽ നിരന്തരം മുണ്ടക്കയിലും ചൂരൽ മലയിലും ഒക്കെ കൊള്ളക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവർ ആ കരാർ നീട്ടി നൽകി. 2021 ഈ സിക്സൺ ഏവിയേഷൻ ലിമിറ്റഡുമായി ഉണ്ടാക്കിയ കരാർ നീട്ടി നൽകി. അതിനെ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റി. 2024 ഫെബ്രുവരി 19 നിക്സൺ ഏവിയേഷൻ ലിമിറ്റഡുമായുള്ള കരാർ LDF സർക്കാർ നീട്ടി നൽകിയത്. പ്രതിമാസം 80 ലക്ഷം രൂപയായിരുന്നു അതിൻ്റെ ചിലവ്. അന്ന് പിണറായിക്കെതിരെ രോഷാകുലനായി സംസാരിച്ച സതീശൻ, പിണറായിക്കെതിരെ രോഷാകുലനായി സംസാരിച്ച രമേശ് ചെന്നിത്തല, ഇപ്പോൾ സതീശൻ അതേ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്നതുകൊണ്ട് രോമാഞ്ചം കൊള്ളുന്നു വയനാട്ടുകാർക്കിത് വേണം.